ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റ്. ശരിക്കും ഡാഡി യൂട്യൂബ് ചാനൽ തുടങ്ങിയോ? സത്യമണി കാഴ്ച വ്യക്തമായിരുന്നു. എനിക്ക് ആ കുട്ടിയെ പരിചയമുള്ളതുപോലെ തോന്നി. നീ തന്നെയല്ലേ ഡാഡി എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ തൊണ്ടയിൽ എന്തോ കനം വെക്കുന്ന പോലെ തോന്നി. ഇയാള് കമന്ന് നടന്ന് ഉറയും കാണും, അതാ. ആ കുട്ടിയുടെ അമ്മയെ കണ്ടോ? കോക്കു ഉദ്ദേശിച്ചത് ആ കുട്ടിക്ക് ഒരു അമ്മ ഉണ്ടായിരിക്കും എന്നല്ലേ? മഹാസുവിനോടൊന്ന് പറഞ്ഞാലോ എന്ന് ആലോചിച്ചതാ. വെറുതെ സമയം കളയാതെ മഹാസു പറഞ്ഞതുപോലെ ചാനൽ ഒന്ന് പുഷ്പിക്കാൻ നോക്ക്. മിഷൻ സീരിയസ് സ്റ്റേജ് 3. പുതിയ കഥാപാത്രമാണോ അതോ കവിതയാണോ? കവിത. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റ്. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റ്. പ്രഭാതമുണർത്തുന്ന തൂമഞ്ഞിനടിയിലേക്ക് വലിച്ചിടുന്നു പാതി വെന്തൊരോംലേറ്റ്. കറുത്ത ദോശക്കല്ലിനുമേലെ പ്രഭാതമുണർത്തുന്ന തൂമഞ്ഞിനടിയിലേക്ക് വലിച്ചിടുന്നു. പാതി വെന്തൊരോംലേറ്റ്. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റായി. മണത്തിനും ഗുണത്തിനും ഐരാവതത്തിന്റെ ഗമയ്ക്കും അല്പം മൈദയിൽ മുങ്ങിയ പാതികേറിയ പൊറോട്ടയും. മണത്തിനും ഗുണത്തിനും ഐരാവതത്തിന്റെ ഗമയ്ക്കും മൈദയിൽ മുങ്ങി പകുതികേറിയ പൊറോട്ടയും. മണത്തിനും ഗുണത്തിനും ഐരാവതത്തിന്റെ ഗമയ്ക്കും മൈദയിൽ മുങ്ങിയ പകുതികേറിയ പൊറോട്ടയും. മണത്തിനും ഗുണത്തിനും ഐരാവതത്തിന്റെ ഗമയ്ക്കും മൈദയിൽ മുങ്ങിയ പകുതികേറിയ പൊറോട്ടയും. ഒരു രുചി ഒരു നേരം ഒരു വയറ് കഴിയാനെന്ന ചുവരെഴുത്തിനു മുന്നിൽ. ഒരു രുചി ഒരു നേരം ഒരു വയറ് കഴിയാനെന്ന ചുവരെഴുത്തിനു മുന്നിൽ. ചെകിളയൊട്ടി കാതു കേൾക്കാത്തൊരേമ്പക്കം. ഒരു രുചി ഒരു നേരം ഒരു വയറ് കഴിയാനെന്ന ചുവരെഴുത്തിനു മുന്നിൽ. ചെകിളയൊട്ടി കാതു കേൾക്കാത്തൊരേമ്പക്കം. ചെകിളയൊട്ടി കാതു കേൾക്കാത്തൊരേമ്പക്കം 18 അടവുമായി പുറത്തേക്കു ചാടി. 18 അടവുമായി പുറത്തേക്ക് ചാടി. മണവും രുചിയും തമ്മിൽ കലർന്നു ഹേ മനുഷ്യ. കലർന്നുയർന്നു പൊങ്ങുന്നു ഹേ മനുഷ്യ. സ്വപ്ന ശൃംഗത്തിൽ നിന്നുണർന്ന മഹാകവി പണ്ഡിതൻ. തന്നിലെ അപകർഷാബോധം ഉള്ളിലൊതുക്കി കൈതട്ടിത്തിരുമി. സ്വപ്ന ശൃംഗത്തിൽ നിന്നുണർന്ന മഹാകവി പണ്ഡിതൻ. തന്നിലെ അപകർഷാബോധമുള്ള
ഉള്ളിൽ ഒതുക്കി കൈതട്ടി തിരുമി തന്നെ നടന്നുപോയി. ആ മണം, ആ ഗുണം, ഐരാവതവും ആ കവിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. കവിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. ചെകിളയൊട്ടി കാത് കേൾക്കാത്തൊരേമ്പക്കത്തെ ചവിട്ടി അരച്ച കവി പണ്ഡിതൻ മുന്നോട്ടു നീങ്ങി. ചെകിളയൊട്ടി കാത് കേൾക്കാത്തൊരേമ്പക്കത്തെ ചവിട്ടി അരച്ച് കവി മുന്നോട്ടു നീങ്ങി. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റായി. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംലേറ്റായി. വീഡിയോ റിവ്യൂ ചെയ്യുന്നില്ലേ? ഹലോ, ഹായ് സുന്ദരക്കുട്ടന്മാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം അനുറ്റിയോ. ആക്ഷൻ. കടലാന കടലല മേലെ മോഹപ്പൂങ്കുരുവികൾ പറക്കുന്നേ. കടലാന കടലല മേലെ. ലെറ്റ്സ് റിട്ടേൺ ടു അവർ റെഗുലർ ടോപ്പിക്. സോഷ്യൽ മീഡിയയിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന 80% പുരുഷ ഗോപുരങ്ങളുടെ മസ്തിഷ്കം നെടുവേ പിളർന്ന് അനൂറ്റിയോ പാവങ്ങളുടെ സുന്ദരക്കുട്ടന്മാരുടെ പാവം അനൂറ്റിയോ. നിങ്ങളുടെ സ്വന്തം അനുറ്റിയോ. വെൽക്കം ടു ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ എഴുത്താളുകൾക്കും സ്വാഗതം. എന്നെ കോൺടാക്ട് ചെയ്യാനുള്ള വാട്സ്ആപ്പ് നമ്പർ, മെയിൽ ഐ ഡി എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും. എന്റെ എല്ലാ സുന്ദരക്കുട്ടന്മാർക്കും അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഈ പാവം അനുറ്റിയോ 24 hours അവൈലബിൾ ആയിരിക്കും. പക്ഷേ ചില കുൽസിത പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടി ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരിക്കും. അത് എന്താണെന്ന് നിങ്ങൾക്കും എനിക്കും പറയാതെ തന്നെ അറിയാമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ പാവം അനുറ്റിയോ തുടങ്ങുകയായി. നിങ്ങളുടെ സ്വന്തം അനുറ്റിയോ. പുരുഷന്മാരുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടെന്ന് പറയുന്നു, അതും ഫോൺ വഴി. 24 മണിക്കൂറും അവൈലബിൾ. ചില കുൽസിത പ്രവർത്തനങ്ങൾ ഒഴിച്ചാൽ. എങ്ങനെ? അതെന്താണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് അനൂറ്റിയോ തന്നെ പറയുന്നു. ആ നിഷ്കളങ്കതയ്ക്ക് ഒരു കുതിരപ്പവൻ തന്നെയാണ് കൊടുക്കേണ്ടത്. അല്ല പിന്നെ ഒന്ന് ഞാൻ പറയാം, ഈ അനൂറ്റിയോയുടെ വീഡിയോകൾ കാണുമ്പോൾ ആ കഥാപാത്രത്തിനെ കുറിച്ച് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഈ അനൂറ്റിയോ എൻ്റെ തന്നെ വില്ലത്തിയായി മാറുമോ എന്നാണ്. അങ്ങനെയാണോ? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. സുന്ദരക്കുട്ടന്മാരുടെ പാവം അനൂറ്റിയോ. ഈ അനൂറ്റിയോ പറയുന്ന 5 നെഗറ്റീവുകളിൽ പുരുഷന്മാരുടെ 5 നെഗറ്റീവ്സ്. നമ്പർ 1, രഹസ്യ ഭാവന. ചിലർക്കത് സ്വപ്നം, അനൂറ്റിയോയ്ക്ക് അത് ക്രൈം സീൻ. നമ്പർ 2. സെക്കൻഡ് നമ്പർ 2, 2 എന്ന് പറയുന്നത് സ്ത്രീ വിരുദ്ധത എന്നതാണ്. സ്ത്രീ വിരുദ്ധത. ഇവിടെ അനൂറ്റിയോ കോപിക്കുന്നത് സിനിമാറ്റിക് ആണ്. ജാറിൽ നിന്നും വെള്ളം കുടിക്കുന്നു, ശ്വാസം ക്രമീകരിക്കുന്നു, പിന്നെ ദേഷ്യമൊക്കെ വീണ്ടും ആവർത്തിക്കുന്നു. അതെ, ഒരുപാട് യൂട്യൂബേഴ്സ് ഫ്രീ എനർജി കാണിക്കും. പക്ഷെ അനൂറ്റിയോ അങ്ങനെയല്ല, ലൈവ് വെയറാണ്. എനർജിയും പിന്നെന്തൊക്കെ പറയാ, എല്ലാം കൊണ്ടും അങ്ങനെ ഒരു സുന്ദരക്കുട്ടന്മാരുടെ പാവം അനൂറ്റിയോ. നമ്പർ 3, വൈകാരിക ലഭ്യത, അതായത് മൂന്നാമത്തേത്. നമ്പർ 3, വൈകാരിക ലഭ്യത. ഇവിടെ അനൂറ്റിയോ ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ്, ഇൻഫ്ലുവൻസറാണ്. ഇത്തരം പുരുഷന്മാർ അവരുടെ വികാര വിചാരങ്ങൾ പ്രകടിപ്പിക്കാൻ അറിയാതെ, അതുമല്ലെങ്കിൽ പൂർണ്ണമായും ഭയന്നുകൊണ്ട് അവരുടെ ഇണയുടെ അല്ലെങ്കിൽ പങ്കാളിയെ ശക്തമായിട്ട് എതിർക്കുകയും പിന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു ഷമ്മിയിലായി. പുരുഷന്മാർക്ക് ഷമ്മി സിൻഡ്രം എന്നൊരു രോഗമുണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്നു. ഒരു പൈസയും കൈക്കൂലി മേടിക്കാതെ പ്രഖ്യാപിക്കുകയാണ് ഷമ്മി. പുരുഷന്മാർക്ക് ഷമ്മി സിൻഡ്രം എന്നൊരു രോഗമുണ്ടെന്ന്. എങ്ങനെ? അങ്ങനെയാണോ? അങ്ങനെയല്ലേ? അങ്ങനെ തന്നെയാണ്. ഉദാഹരണത്തിന് വൈകാരിക ലഭ്യത. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ഒരു സിനിമയിലെ കഥാപാത്രത്തിനെ റിയൽ ലൈഫ് പുരുഷന്മാരുടെ മനഃശാസ്ത്രപരമായ പ്രശ്നങ്ങളുമായി താരതമ്യം ചെയ്യുന്നു. ഇതൊക്കെ വിവാദമാകാൻ സാധ്യതയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. ആകെ നോക്കുകയാണെങ്കിൽ അനൂറ്റിയോയുടെ വ്ലോഗ് ഒരു തരത്തിലുള്ള സൈക്കോളജിക്കൽ സ്റ്റാൻഡപ്പ് കോമഡിയാണ്. ശവപ്പെട്ടിക്ക് മുകളിൽ ശ്മശാനത്തിൽ വർണ്ണപ്പൂക്കൾ കൊണ്ട് മൂടിയാലും അത് ശ്മശാനമാണെന്ന് പറഞ്ഞു തരാൻ നമ്മൾക്ക് ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. അങ്ങനെ തോന്നാം.
ഒരു തെറാപ്പിയും പാരഡിയും തമ്മിലുള്ള ഒരു ഹൈബ്രിഡ് കൃത്യമായി പറയാൻ പറ്റത്തില്ല, എന്നാലും ഏകദേശം അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ആത്മവിശ്വാസത്തോടെയാണ് അനൂറ്റിയോ പറയുന്നത്. അവസാനം പറയുന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അനൂറ്റിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഓടിച്ചാടി ഇങ്ങനെ വരിക. പിന്നെ നിങ്ങളുടെ ആരെങ്കിലും മരിച്ചു കിടന്നാൽ കൂടി ഈ അനൂറ്റിയുടെ ചാനൽ കാണാൻ മറക്കരുത്. ഓക്കെ, അതായത് മരണം വന്നാലും അവരുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതൊക്കെ പ്യുവർ കണ്ടന്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിലും അനൂറ്റിയുടെ ഈ ചാനൽ ഡേഞ്ചറസ് ആണെങ്കിലും ഇത്തരം ടീമിന്റെ കൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എങ്കിൽ അത് മെയിലായാലും ഫീമെയിലായാലും മറ്റേത് ജെൻഡറോ ആയിക്കോട്ടെ, ഓടിക്കോ, ഓടിത്തള്ളിക്കോ, ഇപ്പൊ തന്നെ ഓടിത്തള്ളിക്കോ. എന്റർടൈൻമെന്റും കൂടിയാണ്. ഓക്കെ, ആദ്യമേ ഞാനിവിടെ എഴുതിയ കടലാല കടലമേലെ മോഹപ്പൂകുരുവികൾ പറക്കുന്നേ ഈ അവസ്ഥയാണ് 80% പുരുഷന്മാരുടെ സ്വഭാവം എന്നാണ് അനൂറ്റിയോ പറഞ്ഞു വെക്കുന്നത്. കടലാല കടലമേലെ മോഹപ്പൂകുരുവികൾ പറക്കുന്നേ. നിങ്ങൾ സുന്ദരക്കുട്ടന്മാരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ നേരിട്ട് വിളിച്ച് പറയുക. പിന്നെ സമയം കളയണ്ട, ഓൾറെഡി നിങ്ങൾ ടാർഗറ്റായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ബെൽ അടിച്ചാൽ അപ്പോൾ തന്നെ അവിടെ നിന്ന് മാറി നിൽക്കുക, വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഈ പാവം അനൂറ്റിയുടെ കയ്യിൽ പരിഹാരമുണ്ട്. താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. ഈ അനൂറ്റിയുടെ വീഡിയോ നിങ്ങൾ സുന്ദരക്കുട്ടന്മാർ, അതായത് പാവം അനൂറ്റിയുടെ വീഡിയോ നിങ്ങൾ സുന്ദരക്കുട്ടന്മാർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, ടാറ്റ, ബൈ ബൈ. ആ വീഡിയോ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തലകീഴാമ്പാട് ഒരു കിണറെന്ന നോവലിലെ പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കുന്ന അനൂറ്റിയോയ്ക്ക് ഒരു അവാർഡ് വേണം, അല്ലെങ്കിൽ കുറഞ്ഞത് ഒരു ചാർജ് ബ്ലോക്കെങ്കിലും നമ്മൾ കൊടുക്കണം, ഇല്ലേ? ഹാസ്യവും ദാർശനികതയും ചേർന്നാണ് തലകീഴാമ്പാട് ഒരു കിണറെന്ന നോവലിലെ ഓരോ കഥാപാത്രങ്ങളും ജനിക്കുന്നതും ജീവിക്കുന്നതും. ഒരു ഫ്രഞ്ച് കവി പറഞ്ഞിട്ടുണ്ട്, തുടങ്ങുന്നതിനേക്കാൾ പാടാണ് അവസാനിപ്പിക്കാനെന്ന്. എഴുത്താളുകളെ, നിങ്ങൾക്ക് ഒരു നോവൽ എഴുതണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു നോവലോ ഒരു കഥയോ കവിതയോ എഴുതണമെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളെ തേടുകയാണ്. എഴുത്താളുകളെ തേടുകയാണ്. എഴുത്താളുകളെ, നിങ്ങൾ എന്നെ പിന്തുടരുക. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ ട്യൂട്ടോറിയൽ വീഡിയോ സ്ഥിരമായി കാണുക. എഴുത്താളുകളുടെ ജീവിതം സമ്പൂർണ്ണമാക്കാനും അതിലൂടെ സന്തോഷത്തെ പുനർജനിപ്പിക്കാനുമുള്ള മാർഗങ്ങൾ ഞാൻ എഴുത്താളുകളെ പഠിപ്പിക്കുന്നതാണ്. കടലാന കടലിന മേലെ മോഹപ്പൂകുരുവികൾ പറക്കുന്നേ. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എൻ്റെ ശവക്കല്ലറയിൽ കുത്തിവെക്കപ്പെടേണ്ട വരികളാണ്. കറുത്ത ദോശക്കല്ലിന്മേൽ പ്രഭാതമുണർത്തുന്ന തൂമഞ്ഞിലടിയിലേക്ക് വലിച്ചിടുന്നു പാതി വെന്തൊരു ഓംലേറ്റ്. മണത്തിനും ഗുണത്തിനും ഐരാവകത്തിന്റെ ഗമയ്ക്കും അല്പം മൈദയിൽ മുങ്ങിയ പകുതി കീറിയ പൊറോട്ടയും ഒരു രുചി, ഒരു നേരം, ഒരു വയർ കരിയാൻ എന്ന ചുവരെഴുത്തിന്റെ ചെകളയൊട്ടി കാത് കേൾക്കാത്തൊരേമ്പം 18 അടവുമായി മണവും രുചിയും തമ്മിൽ കലർന്നുയർന്നു പോകുന്നു. ഹേ മനുഷ്യ, സ്വപ്ന ശൃംഗത്തിൽ നിന്നുണർന്ന മഹാകവി പണ്ഡിതൻ തന്നിലെ അപകർഷാബോധുള്ളിലൊതുക്കി കൈ തട്ടിക്കൊടങ്ങി. ഹേ മനുഷ്യ, സ്വപ്ന ശൃംഗത്തിൽ നിന്നുണർന്ന മഹാകവി പണ്ഡിതൻ തന്നിലെ അപകർഷാബോധം ഉള്ളിലൊതുക്കി തിരുമിക്കൈ തട്ടിക്കൊടങ്ങി. ഹേ മനുഷ്യ, പില്ലാഗ്നി നനഞ്ഞൊരപ്പത്തിന്റെ നിഴൽ പോലെ തന്നിലെ അപകർഷാബോധം ഉള്ളിലൊതുക്കി തിരുമിക്കൈ തട്ടിക്കൊടങ്ങി. ചികളയൊട്ടിക്കാതെ കേൾക്കാത്തൊരേമ്പക്കത്ത് ചവിട്ടി അരിച്ചു മുന്നോട്ട് നിന്നു. ഒരു മുട്ട കൊണ്ടൊരു മുട്ടയിൽ തട്ടി മറ്റൊരു മുട്ട ഓംപ്ലേറ്റായി കറുത്ത ദോശക്കല്ലിനുമേൽ പ്രഭാതമുണർത്തുന്ന തൂമഞ്ഞിലടിയിലേക്ക് വലിച്ചിടുന്നു പാതി വെന്തൊരു ഓംപ്ലേറ്റ്. ഹായ് എഴുത്താളുകളെ, തലകീഴാമ്പാട് ഒരു കിണറെന്ന ഈ നോവലിലെ, അതായത് ഞാൻ എഴുതുന്ന ഈ നോവലിലെ കവിതകൾ ധാരാളം എഴുത്താളുകൾ അവരുടെ ഈണത്തിൽ ചൊല്ലി അയച്ചു തന്നിട്ടുണ്ട്. അതൊക്കെ വരുന്ന എപ്പിസോഡുകളിൽ ചാനലിൽ പ്രദർശിപ്പിക്കുന്നതായിരിക്കും. ഹാഫ് കുക്ക്ഡ് സ്റ്റോറീസ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിനോട്
എഴുത്താളുകൾ കാണിക്കുന്ന സ്നേഹവും പ്രോത്സാഹനവും എന്നെ വളരെയേറെ സന്തോഷവാനാക്കുന്നു. കൂടാതെ ഈ സീരീസിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന എഴുത്താളുകൾ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. പല പല രീതിയിൽ പല സംഭാഷണങ്ങൾ നടന്നു വരുന്നുണ്ട്. കതകിന് മുട്ട് കേൾക്കുന്നില്ലേ? ഞാനും കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ തുറക്കാൻ പോവില്ല. അങ്ങനെ ഉറച്ചാണ് ഞാനിവിടെ ഇരിക്കുന്നത്. എഴുത്താളുകളെ ശ്രദ്ധിക്കുക. ചില കൊമ്പുള്ള എത്തിസ്റ്റുകൾ അവരുടെ പരിവരുത്ത കൊമ്പുകൾ കറുമുറ എൻ്റെ വസ്ത്രധാരണത്തിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായത്തിന്, എത്തിസ്റ്റുകളുടെ അഭിപ്രായത്തിന് എൻ്റേതായ ഒരഭിപ്രായം പറയാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത്. എന്തുകൊണ്ട് ഇത്രയും കാവ്യാത്മകമായ ഒരു വേഷം ഞാൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഇത്രയും കാവ്യാത്മകമായ ഒരു വസ്ത്രം എങ്ങനെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ, ഭൂമിയിൽ വസ്ത്രങ്ങൾ ഉണ്ടാക്കാനാണ് ഏറ്റവും കൂടുതൽ ജലം ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമിയിൽ ഒരു മനുഷ്യനിടുന്ന വസ്ത്രങ്ങൾ, ഒരു വസ്ത്രം, അയാളിടുന്ന ഒരു ഷർട്ട് ഭൂമിയിലേക്ക് ലയിക്കാൻ നൂറ്റാണ്ടുകളെടുക്കും. അതുകൊണ്ടാണ് ഇത്രയും കാവ്യാത്മകമായ ഒരു വസ്ത്രം ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം. ചില കൊമ്പുള്ള എത്തിസ്റ്റുകളെ തെളിവുകൾ മാത്രം പോരാ ഒരു മനുഷ്യനായി ജീവിക്കാൻ. അയാളുടെ ഉള്ളിൽ അയാളെ സപ്പോർട്ട് ചെയ്യുന്ന, അയാൾ വിശ്വസിക്കുന്ന ഒരു ദിവ്യത ഉണ്ടാകണം. അത് നിങ്ങൾക്കില്ല എത്തിസ്റ്റുകളെ. മഹാസു അനുഗ്രഹിക്കണമേ, മഹാസു അനുഗ്രഹിക്കണമേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, വീണ്ടും എഴുത്താളുകൾ കവിതകൾ ഉപദേശ കുത്തൊഴുക്കുകളും ഒരു മുട്ട തട്ടി മറ്റൊരു മുട്ട ഓംലെറ്റായി എന്ന കവിതയും എഴുത്താളുകളുടെ ഈണത്തിൽ ചൊല്ലി ഈ നമ്പറിൽ അയച്ചു തരിക.